السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളുകയില്ല, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. ഒന്നാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സായിമു ഹത്താ യുഫ്തിർ, ഒരു നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്നത് വരേക്കും അവൻ്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യയോഗ്യമാണ് എന്നാണ്. അതായത് മുസ്തജാബായ പ്രാർത്ഥനയാണ് ഒരു നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്നത് വരേക്കും അവൻ ചെയ്യുന്ന പ്രാർത്ഥന. അത് അവസാന നിമിഷങ്ങൾ എന്നുള്ളത് മാത്രമല്ല, മറിച്ച് മുഴുവൻ സമയങ്ങളിലും അവൻ പ്രാർത്ഥിക്കുക എന്നുള്ളത് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരി, ഒരു നാടിൻ്റെ ഭരണാധികാരി നീതിയോടുകൂടിയാണ് അവിടെ ഭരണം നടത്തുന്നതെങ്കിൽ ആ നാട്ടുകാർക്ക് വേണ്ടി ഒക്കെ ആ ഭരണാധികാരി പ്രാർത്ഥിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂന്നാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദഅവത്തുൽ മദ്ലൂം, ഒരു ഉപദ്രവിക്കപ്പെട്ട മനുഷ്യൻ്റെ പ്രാർത്ഥനയും. ആരാലെങ്കിലും മുഖാന്തരം ഒരാൾ വാക്കിനാലോ അല്ലെങ്കിൽ പ്രവൃത്തിയാലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നിലക്കുള്ള പ്രവർത്തനങ്ങൾ കാരണത്താൽ ഒരാൾക്ക് ഉപദ്രവം ഉണ്ടായി എങ്കിൽ ആ മദ്ലൂമിൻ്റെ, ആ ഉപദ്രവിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന ആ ലാലിമിനെതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യർഫഉഹ അല്ലാഹു ഫൗഖൽ ഗിമാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനകളെ മേഘങ്ങൾക്കുപരിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. വതുഫത്തഹു ലഹ അബ്വാബുസ് സമാ, ആകാശത്തിൻ്റെ കവാടങ്ങൾ മുഴുവൻ ആ ദുആഇന് വേണ്ടി തുറക്കപ്പെടും. വയഖൂലു റബ്ബു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വഇസ്സതി ലഅൻസുറന്നക വലൗ ബഅദ ഹീനിൻ, എൻ്റെ ഇസ്സത്ത് തന്നെയാണ്, എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, ലഅൻസുറന്നക, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും, വലൗ ബഅദ ഹീനിൻ, അത് കുറച്ച് കാലത്തിന് ശേഷമാണെങ്കിൽ പോലും അത് സ്വീകരിക്കപ്പെടും, അത് നടപ്പാക്കപ്പെടും, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് ദഅവത്തുൽ മദ്ലൂം, ഒരു മദ്ലൂമിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. മറ്റൊരാളെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് നിലക്കാണെങ്കിലും ഉപദ്രവം നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് അമാനത്തിൽ വീഴ്ച വരുത്തിയിട്ടാകാം, അതല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടാകാം, വഞ്ചിച്ച് ഏത് രൂപത്തിലാണ് നമ്മളൊരാളെ ഉപദ്രവിച്ചിട്ടുള്ളതെങ്കിലും അയാളുടെ പ്രാർത്ഥന അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് ഉടനെ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് അതൊക്കെ അള്ളാഹു ഒഴിവാക്കി എന്നല്ല ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞത്. വലൗ ബഅദ ഹീനിൻ, അതൊരു കാലത്തിന് ശേഷമാണെങ്കിൽ പോലും അത് നമ്മളെ വന്ന് ഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്നെ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത്. അത് പ്രാർത്ഥന ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, മാതാപിതാക്കളെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതത്തിലേക്ക് ബാധിക്കും, വളരെ മോശമായ രൂപത്തിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി മാതാപിതാക്കളോടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പോയി മാപ്പ് പറഞ്ഞ് അത് ശരിയാക്കണമെന്നും, അതുപോലെ തന്നെ ആരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്കെതിരെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ അവരോട് മാപ്പിരക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.